ഓരോ നിമിഷം കഴിയും തോറും തേവലക്കര സ്കൂളിൽ ജനസഞ്ചയമായി മാറുകയാണ്. മിഥുനെ ഒരു നോക്ക് കാണാനായി ഒരുപാട് ആളുകളാണ് ആ സ്കൂളിലേക്ക് എത്തുന്നത്. സഹപാഠികളും അധ്യാപകരും അതോടൊപ്പം ആ നാട്ടിലെ ആളുകളെല്ലാം തന്നെ പൊതുദർശനം അല്പസമയത്തിനകം തുടങ്ങും. അതിന് ഒരു നോക്ക് കാണാൻ, മിഥുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവിടെ എത്തിയിരിക്കുകയാണ്. ഷമീർ അബ്ദുൾ ചേരുകയാണ്. ഷമീർ, മിടുക്കനായ ഒരു വിദ്യാർത്ഥിയെയാണ് അധ്യാപകർക്ക് നഷ്ടമായത്. അതോടൊപ്പം ഏറ്റവും സ്നേഹസമ്പന്നനായ ഒരു മകനെ, അതോടൊപ്പം കൂട്ടുകാർക്കൊപ്പം ഫുട്ബോൾ കളിക്കാനും ടൂർണമെന്റ് നടത്താനുമൊക്കെ ഏറ്റവും മുന്നിൽ നിന്ന് നടന്നിരുന്ന ഒരു 13-കാരനെയാണ് നമുക്ക് നഷ്ടമായത്. ആ വേദനയിലാണ് ആ നാടൊന്നാകെ. തീർച്ചയായിട്ടും രുചീഷ്, ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് മിഥുൻ ഈ സ്കൂളിലേക്ക് കഴിഞ്ഞ 4 മാസം മുമ്പ് പഠനത്തിനായി എത്തിയത്. പക്ഷേ മിഥുന് വളരെ വേഗം തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം, അതും ഒരു ദാരുണമായ അപകടത്തിലൂടെ മിഥുൻ മരണപ്പെടുകയായിരുന്നു, അല്ലെങ്കിൽ കൊല്ലപ്പെടുകയായിരുന്നു. ആ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കാണാൻ വേണ്ടി സ്കൂളിലെ കുട്ടികളൊക്കെ തന്നെ ഏതാണ്ട് 10:30 ഇവിടെ എത്തിച്ചേർന്നു. ഇപ്പോൾ മൃതദേഹം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്നും പുറപ്പെട്ട് ഇപ്പോൾ ഇങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. വളരെ പതുക്കെയാണ് വാഹനം വരുന്നത്. വഴിനീളെ ആളുകൾ ഇത്തരത്തിൽ ഇതിന് അന്തിമോപചാരം അർപ്പിക്കാൻ കാത്തു നിൽക്കുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ഇതൊന്നും തന്നെ ആരും അറേഞ്ച് ചെയ്ത പരിപാടികളല്ല. പൊതുവെ നാട്ടുകാർ ഏറ്റെടുത്തു, അല്ലെങ്കിൽ കേരളം ഏറ്റെടുത്തു. മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ മിഥുൻ കേരളത്തിന്റെ പുത്രനാണ്. ആ മിഥുനെ കേരളം ഒന്നടങ്കം ഏറ്റെടുക്കുന്നു. അപ്പോൾ ആ കുട്ടി അവസാനമായൊരു നോക്കു കാണാൻ ഈ ശാസ്താംകോട്ടയിലെയും അതുപോലെ തേവലക്കരയിലെയും ഒക്കെ പ്രദേശത്തുള്ള ആളുകൾ വഴിനീളെ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വരുന്ന വഴിയിലൊക്കെ തന്നെ ആളുകൾ കൂടി നിന്ന് കുട്ടിയെ അവസാനമായി കാണുവാനുള്ള തിക്കും തിരക്കും കൂട്ടുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ മൃതദേഹം ഏതാണ്ട് 11 മണിയോടുകൂടി ഇവിടേക്ക് എത്തിച്ചേരും എന്നാണ് അറിയുന്നത്. അത്ര പതുക്കെയാണ് വാഹനം കടന്നു വരുന്നതെന്നാണ് ഇപ്പോൾ സ്കൂൾ അധികൃതർ പറയുന്നത്. എന്തായാലും 11 മണിക്ക് ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 1 മണിക്കൂറാണ് പൊതുദർശന ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മന്ത്രി ഷിബു ബേബി ജോൺ, DCCയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ്, അതുപോലെ തേവലക്കര പഞ്ചായത്ത് അംഗങ്ങൾ, മൈനാഗപ്പള്ളി പഞ്ചായത്ത് അംഗങ്ങൾ അടങ്ങിയ ആളുകളുണ്ട്. മൃതദേഹത്തിനൊപ്പം കോവൂർ കുഞ്ഞുമോൻ MLA അനുഗമിക്കുന്നതായിട്ടുള്ള വിവരം ലഭിക്കുന്നുണ്ട്. ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും മിഥുന്റെ അമ്മ സുജ ഇവിടേക്കുള്ള യാത്ര വഴിയിലാണുള്ളത്. അവർ ഏതാണ്ട് 12:30 ഇവിടെ എത്തിച്ചേരും എന്ന് അറിയാൻ കഴിയുന്നു. 12:30 അവർ വീട്ടിലെത്തുന്ന സമയക്രമം അനുസരിച്ചാണ് ഇത്തരത്തിൽ ഈ പൊതുദർശന ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നും പൊതുദർശനം, അതായത് സ്കൂളിൽ നിന്നും 1 മണിക്കൂറത്തെ പൊതുദർശന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകും. വളരെ വൈകാരികമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും ആ വീട്, സംശയമില്ല. കാരണം 4 മാസം മുമ്പ് തങ്ങളുടെ പ്രതീക്ഷ മക്കളുടെ വളർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ട്, നല്ലൊരു കുടുംബജീവിതം നയിക്കാനായി, അല്ലെങ്കിൽ കുടുംബത്തെ ഒന്ന് പുഷ്ടിപ്പെടുത്തിയെടുക്കാനായി കുവൈത്തിലേക്ക് പോയ സുജയ തിരിച്ചു വരുന്നത് മകന്റെ മരണവാർത്ത കേട്ടറിഞ്ഞാണ്. മിഥുന്റെ അച്ഛൻ ഒരു മേസ്തരി പണിക്കാരനാണ്. എപ്പോഴും അദ്ദേഹത്തിന് ജോലിയും മറ്റുമൊന്നും ഉണ്ടാകാറില്ല. 17-ാം തീയതി രാവിലെ മകനെ സ്കൂളിലേക്ക് അദ്ദേഹമാണ് സ്കൂട്ടറിൽ കൊണ്ടുവന്നത്. പക്ഷേ ആ കുട്ടി അപ്പോൾ അദ്ദേഹത്തിനോട് പറയുന്നുണ്ടായിരുന്നു, തിരിച്ചു പോകുമ്പോൾ വളരെ നേരത്തെ എത്തി എന്നെ വിളിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞ് വിട പറഞ്ഞാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോവുകയും ചെയ്തത്. പിന്നീട് 10 മണിയോടുകൂടിയാണ് തൻ്റെ മകൻ മരണപ്പെട്ടു എന്നുള്ള വാർത്ത ആ പിതാവ് തിരിച്ചറിയുന്നത്. അദ്ദേഹം അവിടേക്ക് ആദ്യഘട്ടത്തിൽ ഓടിയെത്തി വിതുമ്പുന്നതൊക്കെ കേരളം കണ്ടതാണ്. എന്തായാലും ആ കുഞ്ഞിൻ്റെ ശരീരം അന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്തു. ഇതിനുശേഷം ഇതിൻ്റെ പിതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു സുജയെ ഒന്ന് കാണിക്കണം. അമ്മയുമായി വലിയ കാര്യമായിരുന്നു അവന്. എല്ലാ ദിവസവും അവർ കുവൈറ്റിൽ നിന്നും മകനുമായി സംസാരിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് സുജ വന്ന ശേഷം മാത്രമേ മകന്റെ ഭൗതിക ശരീരം സംസ്കരിക്കാൻ പാടുള്ളൂ എന്ന് അവർ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് 2 ദിവസം ഇപ്പോൾ മൃതദേഹം ഈ മോർച്ചറിയിൽ സൂക്ഷിക്കുകയും അതിനുശേഷം സുജയെ വളരെ വേഗത്തിൽ നാട്ടിലേക്ക് എത്തിക്കാൻ എല്ലാ സംവിധാനങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. അവർ വിദേശത്ത് കുവൈറ്റിൽ മെയ്ഡ് ജോലിയിലുള്ളവരായിരുന്നു. അവിടുത്തെ സ്പോൺസറിനൊപ്പം അവർ തുർക്കിയിൽ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്ന വേളയിലാണ് ഈ ദുരന്ത വാർത്ത അവരെ തേടിയെത്തിയത്. ഇതിനുശേഷം കുടുംബത്തെ വീഡിയോ കോൾ അടക്കം ചെയ്ത് സംസാരിച്ചു, വിവരങ്ങളൊക്കെ ധരിപ്പിച്ചു. ഇതിനുശേഷം ഇന്ന് രാവിലെ 8:30 ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് അവർ എത്തി. അവർ അവിടെ
അവിടെയും വളരെ സങ്കടകരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം അവിടെ നിന്നും അവർക്ക് യാത്ര പുറപ്പെട്ട് ഏതാണ്ട് അരമുക്കാൽ മണിക്കൂറുകൾ എടുക്കുന്നു. വളരെ വേഗത്തിൽ അവരെ ഇവിടേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് സംസ്ഥാന പോലീസും പറയുന്നത്. അവർ സഞ്ചരിക്കുന്ന വാഹനത്തിന് വളരെ വേഗത്തിൽ വഴിയൊരുക്കി കൊടുക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ആ അമ്മയെ വളരെ വേഗത്തിൽ തൻ്റെ മകനെ കാണിക്കുവാനായി ഇവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ വികാരനിർഭരമായ രംഗങ്ങളാണ് ഈ സ്കൂളിലുള്ളത്. ക്ലാസ്സിലെ സഹപാഠികളൊക്കെ തന്നെ 10:30 ഇവിടെ എത്തിച്ചേർന്നു. മറ്റ് ക്ലാസ്സുകളിൽ നിന്നുള്ള കുട്ടികളുമൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. 8B എന്ന ക്ലാസ് മുറിയിൽ ഇനി മിഥുനില്ലാത്ത ക്ലാസ് മുറിയായിരിക്കും. നമുക്കറിയാം, അന്നേ ദിവസം ആ ക്ലാസ് മുറിയിലേക്ക് മാധ്യമപ്രവർത്തനം ഇത് റിപ്പോർട്ട് ചെയ്യാനായി ഞാൻ കടന്നു ചെല്ലുമ്പോൾ ആ കുട്ടിയുടെ സ്കൂൾ ബാഗ് പരിശോധിക്കുമ്പോൾ അതിനുള്ളിൽ വളരെ മനോഹരങ്ങളായി ചിത്രങ്ങൾ വരച്ചൊരു പുസ്തകമാണ് കാണാൻ കഴിഞ്ഞത്. പിന്നീട് ഇതിൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ഞാൻ അന്വേഷിക്കുമ്പോൾ അവർ പറഞ്ഞത് വളരെ മനോഹരമായ ചിത്രം വരയ്ക്കുന്ന ഒരാളാണ് മിഥുൻ. വളരെ നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ്. മിഥുൻ്റെ പ്രസംഗമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം സ്കൂളിൽ പ്രസംഗിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ മൃതദേഹവുമായുള്ള വാഹനം ഏതാണ്ട് ഈ സ്കൂളിനടുത്തേക്ക് എത്തിച്ചേർന്നു എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്.